നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ. നമ്മളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആളുകളാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഒഴിവാക്കിയ ഒരു ആപ്പ് നമുക്ക് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ സാധാരണയായി തിരഞ്ഞാൽ നമുക്കത് കാണില്ല. ഇപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിച്ച ആപ്പുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തതോ അതല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഡിലീറ്റായി പോയതോ തുടങ്ങിയിട്ടുള്ള എല്ലാ ആപ്പുകളും ഏത് വർഷത്തിലാണ് നമ്മൾ ഉപയോഗിച്ചത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് കിട്ടും. നിങ്ങളൊന്ന് പോയി നോക്കുക. നമ്മുടെ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്ന സെറ്റിങ്സിലൂടെ നിങ്ങളറിയാത്ത നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരുപാട് ആപ്പുകൾ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അതർ പ്ലേ പേഴ്സണലൈസേഷൻ ഓപ്ഷൻ എന്നുള്ള ഒരു ചെറിയ ലെറ്റർ ഇവിടെ കാണും. ഈ കാണുന്ന അവസാനം കാണുന്ന ഈ അരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് യൂസിങ് എന്ന് കാണാൻ സാധിക്കും. 1018 ആപ്പ് ഞാൻ ഈ ഫോണിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ഇമെയിൽ ID ഉപയോഗിച്ച് പ്ലേ സ്റ്റോർ ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം യൂസിങ് 1018 ഐറ്റംസ് ആപ്പുകളുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മാനേജ് എന്നുള്ളൊരു ബ്ലൂ കളറിൽ കാണും. ഈ മാനേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഓരോ ആപ്പിൻ്റെയും താഴെ നിങ്ങൾക്ക് ആ ആപ്പ് ഏത് വർഷം ഇൻസ്റ്റാൾ ചെയ്ത് ലോഗൗട്ട് ചെയ്തതാണ് എന്നിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് 2019 മെയ് 5-ാം തീയതി ഡൗൺലോഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ മറ്റൊരു ആപ്പ് 2020 ഏപ്രിൽ 19. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ആപ്പും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് നമ്മൾ തന്നെ മറന്നുപോയ ആപ്പുകളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ലോഡ് മോർ എന്ന് ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച എല്ലാ ഡാറ്റയും നമുക്കിതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അവസാനം കാണുന്ന ഈ ബട്ടൺ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ആവശ്യമാണെങ്കിൽ വീണ്ടും ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ പേര് സെർച്ച് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ചില ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ചില ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോർ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വൈറസിൻ്റെ കാരണം കൊണ്ടൊക്കെ. അപ്പോൾ അത്തരം ആപ്പുകളൊന്നും നമുക്ക് കിട്ടില്ല. എന്നാലും നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒട്ടുമിക്ക ആപ്പുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.